പോവാണ്. പിന്നെ പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റ് ആക്കാൻ പോവാണ് ഫ്രണ്ട്സ്. നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടോ, ഈ ഒരു ഭാഗമൊക്കെ ഇതാ ഇവിടെയൊക്കെ ഞാൻ വൃത്തിയാക്കിയതാ. ഈ വെള്ള കളറൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഫുള്ള് വൃത്തിയാക്കണം, അങ്ങനെ ഫുള്ള് വൃത്തിയാക്കണം. തുണി കൊണ്ട് അങ്ങനെയൊന്നും പറ്റില്ല, എന്നാലും ഞങ്ങൾ വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുക. ഞങ്ങളല്ല, ഞാൻ വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുക. ലിന അവിടെ അടിച്ചു വരുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ വേറെ വേറെ പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇന്ന് തീരുമെന്ന് അറിയില്ല, ചിലപ്പോൾ നാളെ തന്നെ പെയിൻ്റ് അടിക്കും. കണ്ടോ ഫ്രണ്ട്സ്, ലിന അവിടെ അടിച്ചോരിക്കൊണ്ട് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ നല്ല ചമ്മലും പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. ഏതാ കണ്ടോ, ഇതൊക്കെ ഞങ്ങൾ ഒരുവിധം ആക്കിയെടുത്തതാണ്. പക്ഷേ ഈ ഭാഗം എടുത്തില്ല, അതാണ് ഇത് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഇത് കണ്ടോ, ഞങ്ങൾ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗം കണ്ടോ, ഇതൊക്കെ ഞങ്ങളൊക്കെ പാടെ കൂടി ഇങ്ങനെ വൃത്തിയാക്കിയതാണ്. ഇപ്പോൾ ഫ്രണ്ട്സിനൊക്കെ നല്ലോണം വൃത്തിയൊക്കെ വേ പോകും. ഇത് മിനുസാവണ ഈ ഒരു രീതിയിലാണ് ഇവിടെയൊക്കെ കിട്ടേണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ചു ഈ കറുപ്പ് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ നല്ലോണം അതുകൊണ്ട് കാര്യമൊന്നുമില്ല, ബ്രഷിന് കേട്ടില്ല. അപ്പം ഇപ്പം പറഞ്ഞു ഇതാ ഈ കുരുകുരൊക്കെ പോയാൽ മതി. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വൃത്തിയാക്കാം, അതുകൊണ്ട് അത്ര പണിയൊന്നുമില്ല കേട്ടോ ഫ്രണ്ട്സ്. ഇതിപ്പം ഡേ 2 ആണ്. ഞങ്ങളിതാ ഇപ്പം എന്താണ് ഡേ 2ലാണ്. ഇപ്പം വൈകുന്നേരം ആയിട്ടുണ്ട്. ഇത് നോക്കൂ, ഞങ്ങളിവിടെ ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ട്. അതും കൂടാതെ പെയിൻറ്റും അടിച്ചു. ഈ ഒരു മാത്രമാണ് പെയിൻറ്റ് അടിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി താഴെ ഇതാ ഇവിടെയും കൂടി പെയിൻറ്റ് അടിക്കണം, ഈ ഒരു ഭാഗത്ത്. ഇപ്പം നമ്മളിതാ ഈ ഒരു ഭാഗത്ത് മാത്രം പെയിൻറ്റ് അടിച്ചിട്ടുള്ളൂ, അല്ലല്ലിനും താഴെയും കൂടി പെയിൻറ്റ് അടിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഞാൻ രാവിലെ എണീച്ചു, ഭക്ഷണം എല്ലാം കഴിച്ചു. ഇനി നമുക്ക് നമ്മുടെ പെയിൻറ്റ് മുകളിലെ അടിപ്പാകം ഇനി പെയിൻറ്റ് അടിക്കാനുള്ള പണിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2 കപ്പ് അവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഇതെടുത്തിട്ട് ബാക്കി പണിയെല്ലാം ചെയ്യണം. ഞാൻ നേരെ വീണ്ടും സിറ്റൗട്ടിലോട്ട് പോവാണ്. ലിനു ഇതാ ഊഞ്ഞാലാടുണ്ട്. കണ്ടോ ഫ്രണ്ട്സ്, ലിനു ഊഞ്ഞാലാടുന്നത് വെറുതെ ഇങ്ങനെ ഊഞ്ഞാലാടുക. ഫ്രണ്ട്സ്, ഈ കപ്പിൽ ഇത് 2ാമത്തെ കപ്പിന് വെള്ളം ഒഴിക്കുകയാണ് ഇതിലേക്ക്. ഈ ബക്കറ്റിൽ 4 കപ്പാട്ടോ വെള്ളം വേണ്ടത്. ഫ്രണ്ട്സ്, മഴയിലൊക്കെ കുറേ വെള്ളം ഉണ്ടായിരുന്നു, അത് വെയിൽ വന്നിട്ട് വലിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. ഫ്രണ്ട്സ് കണ്ടോ, ഞാനിപ്പോൾ വൈറ്റ് സിമെൻ്റ് ആകെ ടീഷർട്ടുമായിട്ടുണ്ട്. പൊട്ടിച്ചിട്ട് വെള്ളത്തിൽ ഇതാക്കിയിട്ട് നല്ലോണം ഇളക്കണം ഫ്രണ്ട്സ്. അപ്പോൾ വൈറ്റ് സിമെൻറ്റിൻ്റെ 1 kg ഉദ്ഘാടനം നമ്മൾ ചെയ്യാൻ പോകുന്നു. ഇത് മൊത്തം പൊട്ടിക്കണ്ടല്ലോ, അറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് പകുതി പൊട്ടിച്ചിട്ടുണ്ട്. ഇതിന് മുകളിലൊക്കെ ആക്കി ഇതാക്കിയാലും ആകെ പാറും. അപ്പോൾ ഇങ്ങനെ ആക്കിയിടാം. ഇത് മൊത്തം ഇടുന്നു. മൊത്തം ഇട്ടിട്ടുണ്ട്. ഫ്രണ്ട്സ്, പൊടി പാറുന്നുണ്ട്. ഒക്കെ തന്നെ നമ്മൾ ഇത് മുഴുവൻ അളക്കണം. എന്തൊക്കെയോ തട്ടുണ്ട്, കുറെ കട്ടുണ്ട് തോന്നുന്നു. ആ നല്ലോണം ഇളക്കി അതൊക്കെ ഇങ്ങനെ അലിഞ്ഞ് അപ്പോൾ ഇത് ഇളക്കിയിട്ട് കാണാം. ഫ്രണ്ട്സ്, ഞങ്ങൾ കളർ കിട്ടാൻ വേണ്ടി ഇതാ ഈ കട്ടൊക്കെ ഞങ്ങൾ ഇതാക്കിയിട്ട് 2ാമത് ബാക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, കട്ടില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നോക്കൂ, ഈ സൂപ്പറേറ്റ് ആണ് ഇത് കളറിന് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒഴിക്കാം. ഇത്ര ഒഴിച്ചിട്ട് ഇങ്ങനെ ഇതാക്കാം. ഞാൻ ഇളക്കാം. അത് പിടിച്ച് സൂപ്പറേറ്റ് പിടിക്കുക. കുറച്ചും കൂടി വേണോ? ഒത്തിരി നയിക്കാം. ഞാൻ അടുത്ത പിടിക്കുക. നോക്കാണോ അതേ കളറ് എന്നാ ഇത്തിരി തിരിച്ച് വയ്ക്കാം കേട്ടോ, എന്നാളുള്ളൂ നമുക്ക് ആ ഒരു കളർ കിട്ടാം. ഇത് വൈലറ്റ് കളർ ആവുന്നത് തോന്നുന്നു, നമ്മൾ ബ്ലൂ കളറാട്ടോ ഞങ്ങൾ വിചാരിച്ചത്. ഫ്രണ്ട്സ് കണ്ടോ, ഞങ്ങളിത് പെയിന്റ് അടിക്കാൻ തുടങ്ങി. നിങ്ങൾ വിചാരിച്ചിരുന്ന ഈ കളർ ഞങ്ങളിതാ ഈ ചുമരിന്റെ ഈ കളറും പാടെ മിക്സ് ആക്കിയിട്ടോ ഈ കളർ കിട്ടിയത്. എങ്ങനെയൊക്കെ കിട്ടിയതാ, ഞങ്ങൾ മേലെ വിചാരം എടുക്കില്ല. ഫുള്ള് പതിയെ വരുന്നത്, അതൊന്നും വരുന്നില്ല. ഫ്രണ്ട്സ്, ഈ കളറാണ് ഇതില്. ഞാൻ കുഞ്ഞു പെയിന്റ് കൊണ്ട് ഇങ്ങനെ പെയിന്റ് കൊണ്ടല്ല കേട്ടോ, ബ്രഷോട് ഇതാ ഇങ്ങനെ ആക്കി കൊടുക്കണ്ടേ. പിന്നെ ഇത് പകുതിയോടെ അടിച്ചിട്ട് കാണാം. ഡേ 4 ആണ് കേട്ടോ. ലിനു അവിടെ വെയിലും കൊണ്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ഇത്ര വെയിലൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പെയിൻ്റൊക്കെ
ഒക്കെ അടിച്ചു കണ്ടോ, നല്ല രസമല്ലേ? ഞാനും എർലിനും എന്താണ് ഇപ്പച്ചി എല്ലാവരും പാടെ പെയിൻ്റൊക്കെ അടിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇനി മഴ പെയ്യുമെന്ന് അറിയില്ല. മഴ പെയ്ത് അടിപൊളി വൈബ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ അടുത്തുള്ള ബെൽ ബട്ടൺ നിൽക്കുക. ഇനി ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്,